അതിലൊരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ പോലെ എന്താ അവർ ഇങ്ങനെയൊക്കെ പറയണേ, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. എനിക്ക് ഇത്രയും വലിയൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ആൾക്കത് പെറ്റിക്കോട്ടായിട്ടാണ് തോന്നിയത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ നിങ്ങൾക്ക് അറിയാൻ വലിയ വഴിയൊന്നുമില്ല. എൻ്റെ പേര് നിവേദ എന്നാണ്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള പഴനി നമ്മുടെ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് ഇങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നു. കാരണം ഞാൻ യൂട്യൂബില് 6-7 മാസം കഴിഞ്ഞു. അതില് ഈ വീഡിയോ ആണ് എന്റെ ഫസ്റ്റത്തെ അല്ലാണ്ട് കയറിപ്പോയ വീഡിയോ. ഇപ്പൊ ഒരു 77K വ്യൂസ് ഒക്കെ അതിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ആ വീഡിയോ വന്നിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വന്ന കമന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ. അതിലൊരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ പോലെ എന്താ അവർ ഇങ്ങനെയൊക്കെ പറയണേ, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. ഒത്തിരി കമന്റ്സുകളൊക്കെ വന്നു. ഈ വീഡിയോ തുടങ്ങണേക്കാൾ മുന്നേ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ആ വീഡിയോയിൽ എനിക്ക് ഡബ് ചെയ്തപ്പോ ഞാൻ ഒരു ബിഗിനറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യണതിൽ വലിയ പ്രോ ടിപ്സ് ഒക്കെ അറിയാവുന്ന വലിയ ഇന്റലിജന്റ് അങ്ങനെയല്ല. ഞാനും ബിഗിനറെ എക്സ്പെരിമെന്റ് ചെയ്ത് ഓരോ കാര്യത്തിലൂടെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ വീഡിയോ എടുത്തപ്പോ 2 മിസ്റ്റേക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നായിരുന്നു. അതിന് ഞാൻ ചോച്ചേരിക്കുന്ന് എന്നുള്ളത് ഒരു ഡബ് ചെയ്തപ്പോ കോച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞു. അതാണ് എന്റെ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മൾ മിസ്റ്റേക്ക് ആണെന്ന് അഡ്മിറ്റ് ചെയ്യണമല്ലോ. ഞാൻ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബ് ചെയ്തതിന്റെ ഇടയിൽ വെപ്രാളത്തിന്റെ ഇടയിൽ പറ്റിയ മിസ്റ്റേക്സ് ആണ് ഇത്. ഞാൻ അതില് ലൊക്കേഷൻ ചേർപ്പാന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ ലൊക്കേഷൻ ചേർപ്പല്ല, പുത്തൂര് മാന്നാമംഗലം റൂട്ടാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കി ഡീറ്റെയിൽ ഒക്കെ എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഡബിങ്ങിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റി. പിന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കയറുന്നു വിചാരിക്കണില്ല, സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതിന് താഴെ ഒത്തിരി പേര് നല്ല മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ മെസ്സേജും കമന്റുകളൊക്കെ ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കാണ് നിങ്ങൾ പറഞ്ഞത് അതും ഇതൊക്കെ. ഇതിൽ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ലൊക്കേഷന്റെ കാര്യം തിരുത്തി തന്നത് ലെറ്റർ ടു വിഷ്ണു വിച്ചു എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ചെയ്താട്ടാ. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ ചേർപ്പല്ല, പുത്തൂര് മാങ്ങാമംഗലം റൂട്ട് ചോദിച്ചിരിക്കുന്നുള്ളത്. അപ്പൊ അത് ഞാൻ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കമന്റ്സിൽ വന്ന് തപ്പണവർക്ക് തെറ്റ് പറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജിൻ ഗോപാലൻ എന്ന് പറഞ്ഞ ഒരാൾ നല്ല വീഡിയോ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട് കാണുവാൻ, പ്രത്യേക ഫീലിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കയറുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ ഇത്രയും നല്ല റെസ്പോൺസ് ഒക്കെ വരുന്നത്, സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെ കമന്റ്സിലൂടെ ഓക്കെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ നമുക്കത് ഫീൽ ചെയ്യണം എന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിട്ടാ. പിന്നെ അതിൽ കുറെ പേര് പറഞ്ഞ് അമ്പലം പണിയണ സമയത്തൊക്കെയാണ് അവര് കണ്ടിട്ടുള്ളത്. അപ്പൊ പണി പൂർത്തീകരിച്ചിട്ട് നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പറ്റിയപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. അതാരാ രഘുനാഥ് എന്ന് പറഞ്ഞ ഒരാള്, സരോബ് കുമാർ കോഴിക്കോട്ടിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വന്നു. സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ ആൾ കൊല്ലം ജില്ലയിന്ന്, കണ്ണൂർ ജില്ലയിന്ന്, ജിജി തരണ്യ, അങ്ങനെ നമുക്ക് കുറെ മെസ്സേജുകളൊക്കെ വന്നപ്പോ എനിക്ക് ഭയങ്കര അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിട്ടാ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇനിയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ഡബ് ചെയ്യുകയാണെങ്കിൽ പോലും സൂക്ഷിച്ചും കണ്ടും നോക്കിയൊക്കെ പറയണം, റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതിൽ ഒരു കമന്റ് മാത്രം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതില് ഒരു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുജാത എന്ന് പറഞ്ഞ ഒരു എനിക്ക് മെസ്സേജ്. ആ മെസ്സേജാണ് എനിക്ക് മനസ്സിൽ എന്തോ പോലെ എനിക്ക് തോന്നിയായിരുന്നു. ആളുടെ മെസ്സേജ് ഇതായിരുന്നു: എന്താ കൈയില്ലാത്ത ഉടുപ്പാണോ പെറ്റിക്കോട്ട്? ആ അമ്പലത്തില് ഇട്ട ഡ്രസ്സ് ഇതായിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പെറ്റിക്കോട്ടാണോ പെറ്റിക്കോട്ടായിട്ടാണോ തോന്നിയത്? എനിക്ക് അറിയില്ല. അത് ഇത്ര വലിയ ഡ്രസ്സാണെന്നറിയാം നിങ്ങൾ വെറും ഒരു പെറ്റിക്കോട്ടാന്നുള്ള രീതിയിൽ കണ്ടത്. പിന്നെ അതുമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ് മുടി കെട്ടിയിടടിയും. ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോ മുടി ഒന്നാമത് നമ്മൾ തല കുളിച്ചിട്ടാണ് അമ്പലത്തിൽ പോണത്. അപ്പൊ മുടി കെട്ടിയിട്ട മുടി പൊട്ടലും പിന്നലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. മുടി അയച്ചിട്ട് നമ്മുടെ ഫ്രീഡത്തിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നു, മുടി അയച്ചിടോ കെട്ടിയിടോ ഒക്കെ ചെയ്യുന്നു. അതിന് എന്താത്ത കുഴപ്പം നിങ്ങൾക്ക് തോന്നണേ? പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളം സംസാരിക്കരുത്. ആൾക്ക് എന്താ എന്നോട് ഇത്ര അത് സുജാത എന്നാണ് ആ അക്കൗണ്ടിന്റെ പേര് എങ്കിലും അത് പെണ്ണാണോ ആണാണോ അതിൻ്റെ ഉള്ളിൽ ആരായിരുന്നു സംസാരിക്കണേ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ആൾക്ക് എന്തോ എന്നോട് വലിയ ഒരു വൈരാഗ്യമുണ്ട്.
കാരണം ഇങ്ങനെ പറയണതിന്. എന്നിട്ട് എൻ്റെ അടുത്ത് മലയാളം സംസാരിക്കണേന്ന്. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ അവർക്ക് ആ വീഡിയോയിൽ പറഞ്ഞതൊക്കെ ഹിന്ദി ആയിട്ടാണോ തോന്നിയത്, തമിഴായിട്ടാണോ തോന്നിയത് എനിക്കറിയാൻ പാടില്ല. ഞാൻ മലയാളം തന്നെയാണ് പറഞ്ഞത്. ആൾക്ക് മലയാളമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഒരാളുടെ ഡ്രസ്സിനെ കുറിച്ച് പറയാ, ഇങ്ങനെ ഡ്രസ്സ് എനിക്ക് അതിനോട് സത്യം പറഞ്ഞാൽ യാതൊരു താല്പര്യമില്ല. ഞാൻ കയ്യില്ലാത്ത ഡ്രസ്സ് ഇടുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കയ്യില്ലാത്ത ഡ്രസ്സ് ഇടണം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ആള് ഇടണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളെ പോലെ നടക്കണം എന്നൊന്നും ഇല്ലല്ലോ. സത്യം പറയാല എനിക്ക് ആ കമന്റ് അങ്ങനെ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. കാരണം ഇങ്ങനെ ഡ്രസ്സ്, അങ്ങനെ നടക്ക്, ഇങ്ങനെ നടക്ക്, ഇത് വെറുതാന്നൊക്കെ പറഞ്ഞ്. മിസ്റ്റേക്സ് ഒക്കെ ആർക്കും പറ്റും, എന്തും പറ്റും. ഞാനിപ്പോ അത്ര വലിയ പെർഫെക്റ്റ് ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം. എനിക്ക് അതിൽ യാതൊരു കുഴപ്പമോ അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള തോന്നലോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ബാക്കിയുള്ളവരിട്ട് കാണുമ്പോഴും ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് കുഴപ്പം? അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ മാക്സിമം പറയാണ്ടിരിക്കുക. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം ഡ്രസ്സിന് വല്ല കുഴപ്പമുണ്ടോ. കണ്ടിട്ട് പെറ്റിക്കോട്ടായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? ഒരു മീറ്റർ തുണിക്ക് എത്ര രൂപയാണെന്നറിയോ ഗൈസ്? എത്രയോ മീറ്റർ തുണി ഞാൻ എടുത്ത് അത് ലൈനിങ്ങും വെച്ച് ട്രാവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒരു ബ്ലൗസ് തയ്പ്പിക്കാൻ വേണം ഒരു 500 രൂപ. അങ്ങനെ ഒരു സ്ഥിതിക്ക് ഇത്രയും വലിയൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ആൾക്കത് പെറ്റിക്കോട്ടായിട്ടാണ് തോന്നിയത്. വസ്ത്രധാരണയിലൊന്നും അല്ല ഒന്നാമത് ഓരോരുത്തരുടെ സ്വഭാവം, കയ്യിലിരിപ്പൊക്കെ ഇരിക്കണത്. അത് ഓരോരുത്തർ എങ്ങനെ അടുത്ത് ബിഹേവ് ചെയ്യണു അതേപോലെ ഇരിക്കും. നമ്മൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് റെസ്പെക്ട് തരും. ഇപ്പൊ റെസ്പെക്ട് തരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് സംസാരിക്കാണ്ടിരിക്കുക, മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം അവരെ തിരുത്താൻ പോരുത്, അവരങ്ങനെയാണ്. പെൺപിള്ളേര് ഇങ്ങനത്തെ ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്ന് പറയണവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അവര് മാറൂല, അവര് നമ്മളെ മാറ്റിക്കൂല. എനിക്കാണെങ്കിൽ പൊതുവെ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒന്നും ഇടണ ഇഷ്ടമല്ലാത്ത, അതായത് എനിക്ക് കാണാൻ ഇഷ്ടമാണ് ബാക്കിയുള്ളവരൊക്കെ ഇടുമ്പോ. പക്ഷെ ഞാൻ അങ്ങനെ ഇടാറില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ഇങ്ങനെ ആയിരിക്കും നോക്കുക. ഒരുമാതിരി നോട്ടം നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ വേണ്ടിയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അല്ലാണ്ട് എനിക്ക് ഇഷ്ട കുറവൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇടണോരെ ഞാൻ ഭയങ്കരമായിട്ട് ഓഫ് എന്ത് ഭംഗിയാ അങ്ങനെയൊക്കെ പറയണേ എന്ന് വെച്ചിട്ട് നമ്മൾ വൾഗറായിട്ട് അങ്ങോട്ട് ഡ്രസ്സ് ചെയ്യാണ്ടിരിക്കുക. ഓരോരുത്തരുടെ കാര്യം മാത്രം മൈൻഡ് ചെയ്തങ്ങ് പോവാ. അപ്പൊ ഈ വീഡിയോയിൽ ഇന്ന മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബസ് റൂട്ട് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് കാറിലായിരുന്നു ആക്ച്വലി. അപ്പൊ എനിക്ക് അറിയാത്തൊരു കാര്യമാണ് ബസ് റൂട്ടിൽ എവിടെന്ന് ഇപ്പൊ തൃശ്ശൂരിന് എവിടെന്ന് കയറിയാലാണ് എനിക്ക് അത് അറിയൂല. പറയാത്ത കാര്യം ഞാൻ പറയാണ്ടിരിക്കല്ലേ ഭേദം. അതാണ് ഞാൻ ബസ് റൂട്ടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയാത്തത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി ഒന്ന് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ചെയ്തതിന്റെ മെയിൻ റീസൺ ഇതാണ്. എനിക്കിങ്ങനെ തെറ്റ് പറ്റി എന്നുള്ള കാര്യവും പിന്നെ ഈ വസ്ത്രധാരണനെ കുറിച്ചൊക്കെ ഇങ്ങനെ കമന്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും താഴെ നിന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. എന്റെ ചിന്താഗതികളെല്ലാം ഞാൻ നല്ലതാണെന്നൊന്നും പറയില്ല. ഞാനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ. അപ്പൊ തെറ്റ് പറ്റി കഴിഞ്ഞാൽ തെറ്റ് പറ്റിയെന്ന് പറയുക, നല്ലത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണെന്ന് അംഗീകരിക്കുക. ആക്ച്വലി ഈ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ പോയിട്ട് ഒരു ഉപദേശ വീഡിയോ ആയെന്ന് എനിക്ക് സംശയമുണ്ട്. അധികം ഞാൻ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.